ഹലോ, മൂന്നാം ദിനം മൂന്നാം വിഭവം ഏത്തയ്ക്ക ഉണക്കച്ചെമ്മീൻ സോയാ തോരൻ. ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുകയാണ്, എവിടെയും കണ്ടിട്ടുമില്ല. അപ്പം നമ്മുടെ ചിരകിയ തേങ്ങയിലേക്ക് കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞൾ, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് തോരന് ചതയ്ക്കുന്ന പോലെ ചതച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം തോരാൻ വെക്കണം. അതിനുശേഷം ഒരു ഫ്രൈ പാനിലോട്ട് ഈ ഉണക്കച്ചമ്മീൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കണം. തല കളഞ്ഞ് വേണം നമുക്ക് തോരനിലേക്ക് ഇടാൻ. അതിനാണ് നന്നായിട്ട് വറുത്തെടുത്തിട്ട് തലയൊക്കെ ഒടിച്ചു മാറ്റി ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ നമ്മുടെ അടുപ്പ് കത്തിച്ച് നമ്മുടെ ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മുടെ ഏത്തയ്ക്കായും പിന്നെ കഴുകി വെച്ചേക്കുന്ന സോയായും പിഴിഞ്ഞ് ചേർക്കണം കേട്ടോ. പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് അങ്ങോട്ട് ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വേവാൻ പാകത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കാം. കുറച്ച് വെന്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മുടെ ചതച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ആവശ്യമുണ്ട്. കാരണം ഇത്തിരിയും കൂടെ വേകാനുണ്ട്. അപ്പം ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി എനിക്ക് കറക്റ്റായിരുന്നു, പാകത്തിനുള്ള ഉപ്പായിരുന്നു. അപ്പം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്താൽ നമ്മുടെ ഹൈ പ്രോട്ടീൻ ഉണക്കച്ചെമ്മീൻ ഏത്തയ്ക്ക സോയാ തോരൻ റെഡി ആയി കഴിഞ്ഞു. നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ബൈ.